സാജിനെ പറ്റി പറയാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആഘോഷം തന്നെയാണ് നടക്കുന്നത്, വേറെ ഒന്നുമല്ല. അതായത് ഈ സാജി എന്ന് പറയുന്ന ആ സ്ത്രീയുടെ കള്ളത്തരങ്ങൾ തന്നെയാണ് ഇന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടിരുന്നു. അതിൻ്റെ അകത്ത് ഈ റൌഫ് എന്ന് പറയുന്നവൻ എല്ലാ എവിഡൻസുകളും എല്ലാം ക്ലിയറായിട്ട് അവൻ്റെ ആ തെളിവുകൾ, അവൻ പൈസ അയച്ചു കൊടുത്തത്, അതുപോലെ തന്നെ ഈ സ്ത്രീ ചോദിക്കുകയാണ് മഹറിന് എന്ത് പേരാണ് ഇടേണ്ടത്. പിന്നെ നാണത്തോടു കൂടി ചോദിക്കുകയാണ്, ഞാൻ വേണമെങ്കിൽ ഇക്കാൻ്റെ ഉമ്മാൻ്റെ കൂടിയും പിന്നെ ഉപ്പാൻ്റെ കൂടിയൊക്കെ താമസിക്കാൻ റെഡിയാണ്, ഇല്ലെങ്കിൽ നമുക്ക് വേറെ വീടെടുത്ത് താമസിക്കാം. എന്തൊക്കെ വർത്തമാനങ്ങളാണ് പറയുന്നത്. എന്നിട്ട് ഇന്ന് പറയുകയാണ്, മോനെ റൌഫേ, നിൻ്റെ പൈസേൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം, നമുക്ക് സംസാരിച്ച് തീർക്കാം. അതായത് റൌഫിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുമുണ്ട്, റൌഫിന് വാക്ക് കൊടുത്തതുമാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പൊന്ന് റൌഫേ, ഇങ്ങനെ ചോദിക്കുമ്പം വന്നിട്ട് ഓരോരോ ആൾക്കാർക്ക് ഇങ്ങനെ പൈസ കൊടുക്കാൻ നിൽക്കരുത്. ഇനി നിങ്ങളുടെ കാര്യം എന്തൊക്കെയാണെന്ന് ഇനി ഈ സ്ത്രീ എന്നെ ഇനി വിളിച്ചു പറയാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീ അങ്ങനെയാണ്, ഒരു പോയ കോടാലിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പലതും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് സ്ത്രീകളായി കഴിഞ്ഞാലും ആര് പൈസ തന്നു കഴിഞ്ഞാലും വാങ്ങിക്കും എന്നുള്ള ഒരു റോങ് സ്റ്റേറ്റ്മെൻറ്റാണ് ഇറക്കിയിരിക്കുന്നത്. അതായത് എല്ലാ സ്ത്രീകളും ഇതുപോലെ തന്നെയാണ്, ആര് പൈസ കൊടുത്തു കഴിഞ്ഞാലും വാങ്ങിക്കുമെന്ന്. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, മോളെ സാജിദ, അത് വളരെ മോശമായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാജിദാനെ പോലെയല്ല. അതായത് ആരെങ്കിലും പൈസ കൊടുക്കുമ്പോഴേ 5 മാസം പിന്നെ ഭർത്താവ് മരിച്ചിട്ട് 5 മാസമായി എന്ന് പറയുമ്പോഴേക്കും ഒരാൾ വന്നിട്ട് കടമ്പ് ഇടാൻ പൈസ തരാ എന്ന് പറയുമ്പോഴേക്ക് അത് കൈനീട്ടി വാങ്ങിച്ചത് സാജിദ മാത്രമാണ്. ആ സാജിദ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് വീഡിയോയിലൂടെ, എനിക്ക് 5 മാസം കഴിഞ്ഞപ്പോഴാണ് പൈസ തന്നത് എന്ന്. എന്നാൽ എല്ലാ സ്ത്രീകളും അതുപോലെയല്ല. എല്ലാ സ്ത്രീകളും അതുപോലെ പൈസയും കൊണ്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒരാട്ട് വെച്ച് കൊടുക്കും എന്നുള്ളതാണ്. അതായത് ഒരുത്തം പറയുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പൈസ തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്തിനാ വെറുതെ ഒന്നല്ല അവൻ വരുന്നത്. അവൻ്റെ മനസ്സിൽ പല ഉദ്ദേശങ്ങളും കാണും. അല്ലാതെ അവൻ ഒരാളെയും നന്നാക്കാനോ നിങ്ങളുടെ ഇക്കാൻ്റെ കടമ്പ് ഇടാനോ ഒന്നുമല്ല അവൻ വന്നിരിക്കുന്നത്. അവന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഇത് തന്നെയാണ് സൗഹൃദം, മറ്റേ ഇതൊക്കെയാണ് അവർ വേണ്ടത് അവിടുന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എല്ലാ സ്ത്രീകളെയും എല്ലാ വിധവകളെയും കല്യാണം കഴിക്കാൻ വേണ്ടി മുട്ടി നിൽക്കുന്നവരായിട്ട് നിങ്ങൾ കാണരുത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ആൾക്കാർ എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ട് ഭർത്താവിൻ്റെ മരണശേഷം എന്ന് പറഞ്ഞാൽ കുട്ടികളെ നോക്കുന്നവരുണ്ട്, അതുപോലെ ഭർത്താവ് ഒഴിവാക്കിപ്പോയ ബഹിയന്മാരുണ്ട്, പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പല തരത്തിലും നമ്മുടെ നാട്ടിൽ ജനങ്ങൾ ജീവിക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു ഉളുപ്പുമില്ലാതെ വന്നിട്ട് സാജിദ എന്ന് പറയുന്ന ആ സ്ത്രീ പറയുന്നത്, പൈസ കിട്ടിക്കഴിഞ്ഞാൽ ആരാ വാങ്ങിക്കാതെ, എല്ലാവരും പൈസ മേടിക്കും എന്നാണ് പറയുന്നത്. എന്താ പറയുക ഇതിനെന്ന് നമുക്ക് തന്നെ അറിയില്ല അവിടുന്ന്. അതായത് ഈ സ്ത്രീയാണോ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തിട്ട് പൊക്കി പിടിച്ചുകൊണ്ട് നടന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് നടന്നത്. അല്ല, കുട്ടികളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കടാ. 5 മക്കളുണ്ട് എന്ന് പറയുന്നത്, എന്നിട്ടും എന്തിനാണ് ഇങ്ങനെ കള്ളത്തരത്തിലൂടെ മാത്രം ജീവിക്കുന്നത്? ഇനിയിപ്പോൾ ഈ റൌഫിൻ്റെ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നാടകമാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അതായത് ഞാൻ ആരെയും കല്യാണം കഴിച്ചിട്ടില്ല, ഞാൻ കല്യാണം കഴിക്കാനും പോകുന്നില്ല, എൻ്റെ ഇക്കാനെ മറന്ന് എനിക്കൊരു ജീവിതമില്ല, അങ്ങനെയൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ ഈ മഹറും കാര്യങ്ങളും ഈ സംഭവത്തിലൊന്ന് എല്ലാവരും മറക്കണം. മറന്നു കഴിഞ്ഞാൽ ഈ റൌഫിന് കൊടുക്കാനുള്ള ആ 50,000 ഉറുപ്പ്യോളം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം റൌഫ് അന്നത്തെ സ്വർണത്തിൻ്റെ വില അയച്ചു കൊടുത്തിയാണ്. എന്നിട്ട് അതിന് താലിയും വാങ്ങിച്ച് കെട്ടിയിട്ട് റൌഫിൻ്റെ പേരടിച്ചിട്ട് അതിൻ്റെ സ്പെല്ലിങ് വരെ ഈ റൌഫ് എന്ന് പറയുന്നവനാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുകയാണ്, എനിക്ക് താല്പര്യമില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ റൌഫ് എന്ന് പറയുന്നത് ചിലപ്പോൾ സാധാരണ ഒരു ജോലിക്കാരനായിരിക്കും. അപ്പോൾ മറ്റേവനെ കിട്ടിയപ്പോഴും അവൻ ഷോപ്പിൻ്റെ മുതലാളിയാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, മക്കളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഞാനങ്ങ് കൊണ്ടുപോകാം. ഇതൊക്കെ കേട്ടപ്പോഴും തോന്നി ഈ റൌഫിനെക്കാട്ടിയും മെച്ചം മറ്റവൻ തന്നെയാണെന്ന്. അതുകൊണ്ടാണ് ഇപ്പം മറ്റവൻ്റെ പുറകെ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരിക്കലും നമ്മൾക്ക് ഒരു മനുഷ്യന്മാർക്ക് പോലും ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. അമ്മാതിരി ഓരോ റോങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ സ്ത്രീ ഓരോ ദിവസവും എന്ന് പറയുന്നത്. ഇതിനെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എല്ലാവരും പ്രതികരിക്കേണ്ടത് തന്നെയാണ്. അതായത് എല്ലാ സ്ത്രീകളെയും മോശക്കാരാക്കുന്ന എല്ലാവരും ഈ പെണ്ണെ പോലെയാണോ എല്ലാവരും ഇതിനെ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയിൽ വന്നിട്ട് എന്താ പറയേണ്ടത്, പിന്നെ എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ അസ്സലാമു അലൈക്കും പറഞ്ഞിട്ട് എല്ലാവർക്കും സുഖമായിട്ട് വരട്ടെ എന്നും പറഞ്ഞിട്ട് അങ്ങ് നുണയങ്ങ് പറയുകയാണ്. പച്ച നുണയാണ് പറയുന്നത്. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും പൈസയൊക്കെ വാങ്ങിച്ച് കുറച്ച് കാശും കാര്യങ്ങളൊക്കെ ആയപ്പോൾ കുറച്ച് അഹങ്കാരവും ഉണ്ടായി, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല.
നല്ല രീതിയിൽ ഇപ്പോൾ അഹങ്കാരമുണ്ട്. അതായത് ഒരാൾ പോലും എന്നെ ഭരിക്കുന്നത് എനിക്കിഷ്ടമല്ല, അതുപോലെ തന്നെ എൻ്റെ കാര്യം എനിക്ക് നോക്കാനറിയാം എന്നുള്ള തരത്തിൽ അതൊക്കെ നേരായ വഴിക്ക് നോക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. എല്ലാ സ്ത്രീകളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ കഴിവ് കൊണ്ട് അവരവർ ജോലി ചെയ്തുകൊണ്ടാണ് ഇതുപോലെയുള്ള ഉന്നതിയിലെത്തുന്നത്. അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷാജിദയെ പോലെ ഇങ്ങനെ എന്താ പറയേണ്ടത്, പിന്നെ ഇതുപോലെ പൈസ വാങ്ങിച്ച് അത് കഴിഞ്ഞിട്ട് എൻ്റെ കാര്യം എനിക്ക് നോക്കാനറിയാം. വല്ലയിടത്തുനിന്നും പൈസ ഇങ്ങനെ വാങ്ങിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടം പോലെ പിന്നെ പൈസ കിട്ടും. പൈസ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടെ കാര്യങ്ങൾ നോക്കാൻ അറിയും. അത് തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇനി പൈസ എൻ്റെ കയ്യിൽ വന്നു, ഇനി എനിക്കാരെയും പേടിക്കാനില്ല, അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടമില്ല പോലെ ഞാൻ നടക്കും, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു അഹങ്കാരത്തിൻ്റെ ധ്വനി തന്നെയാണ് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരാളെ പോലെ, അതായത് ബന്ധുക്കളായ ചിലപ്പോൾ പെറ്റ ഉമ്മാനെ വരെ അവർക്ക് ബലിയുണ്ടാവില്ല. അത് തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇന്നലെ ഞാനൊരു ഇൻ്റർവ്യൂവിലും കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിലാണോ താമസിച്ചതെന്ന് ഈ ആങ്കർ ചോദിക്കുമ്പോൾ വീട്ടിലല്ല, 20 ദിവസത്തെ ലീവിനെങ്ങാറ്റാണ് വന്നത്, നമ്മൾ പുറത്ത് പോയിട്ട് ഈ റൂം എടുക്കുക ഇതിന്. പിന്നെ എൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സുകളുണ്ടായിരുന്നു, ഫ്രണ്ട്സുകളും ഞങ്ങൾ എല്ലാവരും കൂടി പോയിട്ട് വയനാട്ടിൽ റൂം എടുത്തിട്ട് തങ്ങുകയെന്ന്. 5 മക്കളെ യത്തീംഖാനയിലും അവിടെ ഇവിടെയും ആക്കിയിട്ടാണ് ഈ സ്ത്രീ കറങ്ങാൻ പോകുന്നത്. ആലോചിച്ച് നോക്കണം, ഇവർക്ക് ഒരു സ്ത്രീ എന്ന നിലയിൽ സംസാരിക്കാനുള്ള എന്തെങ്കിലും ഒരു അർഹതയുണ്ടോ? ഒരമ്മ എന്നുള്ള നിലയിൽ സംസാരിക്കാൻ എന്തെങ്കിലും ഒരു അർഹതയുണ്ടോ? എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ 2-3 ദിവസത്തിനുള്ളിൽ കേസ് വരും എന്നാണ് തോന്നുന്നത്. അതായത് ഈ റൌഫ് കേസ് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ റൌഫിനെ പറ്റിച്ചിട്ടുണ്ട്, റൌഫിനെ നല്ല രീതിയിൽ പറ്റിച്ചിട്ടുണ്ട്. എല്ലാ തെളിവുകളും, അതായത് ചാറ്റിൻ്റെ തെളിവുകളുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലോക്കറ്റ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, അതിൻ്റെ അകത്ത് പേര് കുത്തിയതിൻ്റെ തെളിവുണ്ട്. ഇതൊക്കെ കൊടുത്തിട്ടാണ് ഇതൊക്കെയുള്ള എല്ലാ തെളിവുകളുമാണ് ജനങ്ങൾക്ക് റൌഫ് ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. എത്ര വളരെ മോശമായ ഒരു കാര്യമാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരു സ്ത്രീ ഇങ്ങനെയൊക്കെ ആകാൻ പാടുണ്ടോ? അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഇങ്ങനെയൊക്കെ ആകാൻ കഴിയുമോ? അവരുടെ ആവശ്യം എന്തായിരുന്നു ആദ്യം? അതായത് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ എന്നെ ദ്രോഹിക്കുന്നു, എൻ്റെ ഭർത്താവ് ഇതുപോലെ പിന്നെ മരണപ്പെടാൻ കാരണം എൻ്റെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠനാണ്, അയാൾ കാരണമാണ് ഇങ്ങനെ ആയത് എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളെ കയ്യിലെടുത്തതിന് ശേഷം അവരോട് പിന്നീട് പൈസ വാങ്ങിക്കാൻ തുടങ്ങി. ഓരോ ആവശ്യത്തിനും ഓരോ കാര്യങ്ങൾ പറഞ്ഞ്, ഇല്ലാത്ത സർജറികൾ പറഞ്ഞ്. എൻ്റെ പൊന്ന് സഹോദരന്മാരെ, നിങ്ങളെ കയ്യിൽ കൂടുതൽ പൈസയെങ്ങാറ്റുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ മരുന്ന് മേടിക്കാൻ ഗതിയില്ലാതെ ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്ക് കൊടുക്കുക. അല്ലാതെ എന്തിനാണ് വെറുതെ ഇതുപോലെയുള്ള ആൾക്കാർക്ക് ഇതുപോലെ വായിട്ടലക്കുമ്പോഴേക്ക് നിങ്ങൾ കുറേ പൈസയും അയച്ചു കൊടുക്കുന്നത്? അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞ ഈ കാര്യങ്ങൾ പിൻവലിച്ചേ മതിയാവൂ. അതായത് എല്ലാ സ്ത്രീകളും ഇവരെ പോലെയല്ല, ഇവരെ പോലെ ഒരിക്കലും ആവരുത് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. എല്ലാവരും പൈസ ആരെങ്കിലും കൊണ്ട് തരുമ്പോൾ അയ്യോ വാങ്ങിച്ചു, പൈസയല്ലേ വരട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒഴിയാ ബാധയായിരിക്കും. പക്ഷേ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രശ്നമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീ പറയുന്നത് ഇതാണ്, എനിക്ക് ഒറ്റയ്ക്ക് ജീവിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് വിവാഹാലോചനകൾ വരുന്നു, എല്ലാവരും ചോദിക്കുന്നു ഞാൻ കെട്ടട്ടെ എന്ന്. ഇതിനിടയ്ക്ക് ഞാൻ തന്നെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരു വിദ്വാൻ ഈ സ്ത്രീയോട് പറഞ്ഞതാണ്, അതായത് പിന്നെ എനിക്ക് വീട്ടിൽ പിന്നെ ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷെ അവരൊന്നും അറിയണ്ട, നിന്നെ ഞാൻ ദുബായിലേക്ക് കൊണ്ടുവരാം, കുട്ടികളെ യത്തീംഖാനയിലാക്കിയാൽ മതി എന്നൊക്കെ ഒരാൾ ഈ കമൻ്റ് ഇട്ടപ്പോഴേ ഞാൻ അതിനെതിരെ പ്രതികരിച്ചതാണ്. അപ്പോൾ ഈ സ്ത്രീ എന്താണ് പറയുന്നതെന്നറിയാം, അയ്യോ എൻ്റെ മക്കളെ വിട്ടിട്ട് ഞാൻ എവിടെയും വരത്തില്ല എന്ന്. എന്നിട്ട് ഇപ്പോഴെന്തായി, ഇപ്പോഴും വയനാട്ടിൽ പോയിട്ട് ചുറ്റി അടിക്കുന്നത്. അപ്പോഴൊക്കെ മക്കൾ എവിടെയാണുള്ളത്? മക്കളെ യത്തീംഖാനയിലാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട മക്കളെ, അറിഞ്ഞം പറഞ്ഞമെന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. നന്ദി, നമസ്കാരം.